സർ, നമ്മുടെ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണർ സർക്കാർ പോര് ഒട്ടും കുറവില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ ഡിജിറ്റൽ സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഓർഡിനൻസിന് രൂപം നൽകി. ആ ഓർഡിനൻസ് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചുവെങ്കിലും അത് നിയമമാകണമെങ്കിൽ, ഓർഡിനൻസ് ആകണമെങ്കിൽ ഗവർണർ അതിൽ ഒപ്പിടണം. അതിപ്പോൾ ഇതുവരെ ഗവർണറുടെ അടുത്ത് എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് സാർ ആ ഓർഡിനൻസ് വൈകുന്നത്? അല്ല, ചാൻസലർ ഒപ്പിടണമല്ലോ, അതാണ് അതിൻ്റെ. അല്ല, നിയമം ഗവർണറാണ് ഒപ്പിടേണ്ടത്. അദ്ദേഹം ചാൻസലർ, സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണെന്നേ ഉള്ളൂ. അതെ. അല്ല, ഈ സംസ്ഥാന ഫണ്ടിൽ നിന്നാണല്ലോ ഇത് സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഈ ഡിജിറ്റൽ സർവകലാശാല, മറ്റു സർവകലാശാലകൾക്ക് UGC ഇതുണ്ട്. അപ്പം ഇതിനകത്ത് തുടക്കം മുതൽ നമ്മൾ ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും. സാമ്പത്തിക തിരിമറി, ക്രമക്കേടുകൾ, അവിടെ ഓഡിറ്റ് നടക്കുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ സിസ തോമസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഗവർണർക്ക്, ചാൻസലർ കൂടിയായ ഗവർണർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതൊക്കെ വന്ന് പുറത്ത് ആ വാർത്തകളൊക്കെ വന്ന് വലിയ വിവാദമായതുമാണ്. ഇപ്പോൾ വൈസ് ചാൻസലർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമനത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്. അതൊരു ഒരു ഒരു കീറാമുട്ടിയായിട്ട് വീണ്ടും ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു തുറന്ന പോരിലേക്ക്, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് എത്തിക്കുമോ? ഈ ഓർഡിനൻസ് അതിന് കാരണമാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പക്ഷെ അങ്ങനെ ഇത് ഏതെങ്കിലും ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രശ്നം പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് അന്ന് പിണറായി വിജയൻ അല്ലേ ഗവർണർ അടുക്കൽ പിന്നെ പോയതും. അപ്പോൾ നമ്മൾ കരുതിയതാണ് കേരള ഹൗസിലെ ചായ കൂടി തൊട്ട് അപ്പോൾ ഒന്ന് മഞ്ഞുരുകും എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും ഇതിനകത്ത് ഒപ്പിടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാര്യം. അപ്പോൾ അതിനി എവിടെ പോകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒപ്പിടാൻ ഗവർണറുടെ അടുക്കലേക്ക് സർക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത്. സർക്കാർ അത് വൈകിപ്പിക്കുന്നതിന് എന്തോ ഒരു കാരണമുണ്ട്. ഈ പറയുന്നത് പോലെ ഇങ്ങനൊരു ഓർഡിനൻസ് എന്ന് പറഞ്ഞൊരു ഉമ്മാക്കി കാണിച്ചിട്ട് ഗവർണറുമായിട്ട് ഒരു വിലപേശി നമുക്ക് പിന്നെ ഒരു സമവായത്തിലെത്താം. VC നിയമനത്തിൽ സിസ തോമസിനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുമില്ല. മാറ്റിയേ പറ്റൂ. കാരണം സിസ തോമസിനോട് പരിപൂർണമായിട്ടും വിയോജിപ്പുണ്ട്. അപ്പോൾ ഗവർണർ ഞങ്ങൾക്കും കൂടി താല്പര്യമുള്ള ഒരാളിനെ വയ്ക്കണം എന്നതാകുമോ? അതിനു വേണ്ടിയിട്ടാണോ ഈ ഓർഡിനൻസ് തന്ത്രം? ഇതൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇതിനകത്ത് ഇപ്പം ദേശാഭിമാനി മാതൃഭൂമിയായിട്ടുള്ള ഒരു ക്ലാഷും കൂടി നടക്കുന്നുണ്ട് അല്ലേ? മാതൃഭൂമിയാണ് കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വിട്ടത്. യഥാർത്ഥ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ അത് ദേശാഭിമാനിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അവരിപ്പം പറയുന്നത് ഡിജിറ്റൽ VC പച്ചക്കള്ളവുമായിട്ടാണ് മാതൃഭൂമി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ രാജ്യത്ത് മാതൃഭൂമി പറഞ്ഞ വാർത്ത എല്ലാം തന്നെ ഈ ദേശാഭിമാനിയും അതേപോലെ ഒക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് മാതൃഭൂമി ഇതിനെ ചില പ്രത്യേക കോണുകളിൽ നിന്ന്, ആംഗിളുകളിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. അതായത് ഗവർണറെ വെട്ടി, ഗവർണറെ ഒഴിവാക്കി ഓർഡിനൻസിന് രൂപം നൽകിയിരിക്കുന്നത് ഈ VC നിയമനത്തിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കി, ഗവർണറെ വെട്ടി എന്നൊക്കെയാണ് മാതൃഭൂമി വാർത്ത നൽകിയതെന്നുള്ള കുറ്റമാണ് ദേശാഭിമാനി ആരോപിക്കുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് കാലാകാലങ്ങളിൽ വരുത്താറുള്ള ഇത്തരം ഭേദഗതികള് ആരെയെങ്കിലും വെട്ടാനുള്ളതാണെന്ന ദുർവാഖ്യാനമാണെന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. പക്ഷെ സാറേ, അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലായില്ലേ ഇത് ഈ VC നിയമനത്തിൽ ഗവർണറുടെ പങ്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡിനൻസിന് രൂപം കൊടുത്തിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. അത് വ്യക്തമാണല്ലോ. കാരണം ഈ പിന്നെ ഇടയ്ക്ക് ഓർക്കുന്നില്ല, ചാൻസലർ എന്നുള്ള പദവി പോലും മാറ്റുന്നതിന് ആ ബില്ലിപ്പോ ഇരിക്കുകയാണ്. അത് ഒപ്പിട്ടിട്ടില്ല ഗവർണർ. അതിനേക്ക് തുനിഞ്ഞ സർക്കാരാണ് ഇവര്. അപ്പോൾ പിന്നെ ഈ ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ VC നിയമനത്തിലും ഒഴിവാക്കുക, ചാൻസലറെ ഒഴിവാക്കാമെങ്കിൽ പിന്നെ അവർക്ക് VC ഒഴിവാക്കി കൂടെ? അതെ. പക്ഷേ അങ്ങനെ ഇതിപ്പോ ഡിജിറ്റൽ സർവകലാശാല തുടങ്ങിയതേ ഉള്ളൂ. അതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ്. അതൊരു പ്രിമച്വർ സ്റ്റേജിലാണ് വാസ്തവത്തിൽ.
പക്ഷേ ആ പ്രിമച്വർ സ്റ്റേജിലാണെങ്കിൽ പോലും അവിടെ ഈ വരുന്ന പണത്തിൻ്റെ വരികയും പോവുകയും ചെയ്യുന്ന ചെലവഴിക്കുകയും ചെയ്യുന്ന പണത്തിൻ്റെ കണക്കൊന്നും ഓഡിറ്റ് ചെയ്യുന്നില്ല. വലിയ ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് സിസ തോമസ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. എനിക്കൊന്ന് അനധികൃതമായ നിയമനം പോലും അതൊക്കെ അത് സ്വാഭാവികമല്ല. അത് എല്ലാ സർവകലാശാലകളിലും തങ്ങളുടെ ഭരണകാലത്ത് CPM പിൻവാതിൽ നിയമനം നടത്തി ആളെ തിരികെ കയറ്റാറ്. പക്ഷേ ഇനിയിപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുമെന്നറിയാമോ? എല്ലാം സ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകും. താൽക്കാലികമായി നിയമനം നടത്തിയിട്ടുള്ളത് അങ്ങനെ താൽക്കാലികമായി നിയമിച്ച് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് സ്ഥിരമാക്കും. അല്ല, ഇവരുടെ കാലാവധി കഴിയാൻ പോവുകയാണ്. അടുത്ത തവണ വരുമോ എന്നുള്ളത് വളരെ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പം മുഴുവൻ പേരെയും ഇതിപ്പം ഇവിടെ ഈ സർവകലാശാലയിലും അതുപോലെ മറ്റ് സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒക്കെ അതായിരിക്കും ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ കുറേയധികം ഉണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സാക്ഷരതാ മിഷൻ, ഇങ്ങനെ പലയിടങ്ങളിൽ കരാർ ജീവനക്കാരെ, ഇപ്പോൾ KSEB പോലുള്ളിടത്തും ഇതൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് തിരികെ കയറ്റിയിട്ട് പിന്നീട് അവരെ സ്ഥിരപ്പെടുത്തും. പക്ഷേ സാർ, ഈ ഓർഡിനൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങനെ ഈ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കുന്നിടത്താണ് ഈ പ്രശ്നം. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് ആ സെർച്ച് കമ്മിറ്റിയെ ഏകോപിപ്പിക്കേണ്ടത്. ചീഫ് സെക്രട്ടറി അതിലൊരു അംഗമാണ്. അവിടെ ചീഫ് സെക്രട്ടറിയെ ഒഴിവാക്കാനാണ് ചീഫ് സെക്രട്ടറിയെ കൺവീനറാക്കി ആ ചീഫ് സെക്രട്ടറിയെ ഒഴിവാക്കാനാണ് സർക്കാർ ഓർഡിനൻസിൽ പറയുന്നത്. അത് സത്യത്തിൽ അത് ശരിയാകുമോ? അതിനെ ഗവർണർ അംഗീകരിക്കുമോ? അതുപോലെ തന്നെ അത് ഈ കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടൽ ഇതിനകത്തുണ്ടല്ലോ. കേന്ദ്ര നിയമങ്ങൾക്കനുസരിച്ചാണ് സംസ്ഥാന നിയമം നിർമ്മിക്കേണ്ടത്. അത് കേന്ദ്ര നിയമവും അതിനെ ചീഫ് സെക്രട്ടറിയെ ഒഴിവാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പഴുത് അതിനകത്ത് ഇട്ടിട്ടുണ്ടോ? അത് ഒന്നും വ്യക്തമാകുന്നില്ല. അല്ല, അതിനകത്ത് ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുപോലെ ഈ സെലക്ട് കമ്മിറ്റിയിൽ 3 മുതൽ 5 അംഗങ്ങളെ UGC നിഷ്കർഷിക്കുന്നു. സെലക്ഷൻ കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് VCയെ നിയമിക്കണമെന്ന UGC നിർദ്ദേശം ഉറപ്പാക്കുമെന്നും പറയുന്നുണ്ട്. അത് 61 വയസ്സിൽ കൂടുതൽ വിഷയം. ഈ സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. ചാൻസലർ കൂടിയായ ഗവർണറാണ്. ആ അധികാരം ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റി സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാക്കാനാണ് ഈ ഓർഡിനൻസിലൂടെ സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മാതൃഭൂമി വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. അല്ല, മാതൃഭൂമി അതിന്റെ നിജസ്ഥിതി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ നിജസ്ഥിതി പറഞ്ഞത് കൊണ്ടാണ് ന്യായീകരണമായിട്ട് ദേശാഭിമാനി വന്നിരിക്കുന്നത്. കാരണം അതിനെ ഒന്നും കൂടി മറ്റൊരു വ്യാഖ്യാനം കൊടുത്ത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ഗവർണറെ വെട്ടിയിട്ടൊന്നുമില്ല, ഗവർണറെ വെട്ടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല, അതിനല്ല ഈ ഓർഡിനൻസ് ഉദ്ദേശിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ദേശാഭിമാനി പറയുന്നത്. പക്ഷേ ഓർഡിനൻസ് ഈ പറഞ്ഞ പോലെ ഗവർണറുടെ അടുത്തെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഗവർണറെ വെട്ടാനാണോ അതോ ഈ പറഞ്ഞ പോലെ ഗവർണറെ ഒഴിവാക്കാനാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാങ്കേതികമായിട്ട് ഇവരെന്തൊക്കെയാണ് അതിനകത്ത് പുതിയ ഈ ഓർഡിനൻസിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.